ഹലോ നമസ്കാരം, വീണാസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മീഷോന്ന് മേടിച്ച ഈ ഡ്രസ്സ് നമുക്ക് പുതിയ ലുക്കാക്കാം. ഫാബ്രിക് ഡൈ ചെയ്ത് നമുക്ക് പുതിയ ലുക്കാക്കാം. ഞാൻ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 10 രൂപയുടെ വസന്തയുടെ ഫാബ്രിക് ഡൈ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഓൺലൈൻ ഷോപ്പിലും ഫാൻസി ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. അപ്പം ഞാൻ റെഡാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു പച്ച ടോപ്പാണ്. ഈ പച്ച ടോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ റെഡ് ഉപയോഗിച്ച് നമുക്ക് വേറെ ലെവലാക്കാം. ഇത് മീഷോന്ന് മേടിച്ച തുണിയാണ്. റെഡ് ചെയ്ത് നമുക്ക് വേറൊരു ലുക്കാക്കാം. നല്ല വെട്ടിത്തിളയ്ക്കുന്ന ചൂടുവെള്ളമാണ് വേണ്ടത്. കൈ പൊള്ളാതെ സൂക്ഷിക്കണം. പിന്നെ വേണ്ടത് വസന്തയുടെ 10 രൂപയുടെ ഫാബ്രിക് ഡൈ ആണ്. റെഡാണ് ഉപയോഗിക്കുന്നത്. പൊട്ടിച്ച് ഇടുകയാണ്. വിനാഗിരി ഒഴിക്കുകയാണ്. വിനാഗിരി ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രസ്സിൽ കളർ പിടിക്കാൻ വേണ്ടിയാണ് വിനാഗിരി ഒഴിക്കുന്നത്. പിന്നെ ഉപ്പ് വേണം. കല്ലുപ്പായാലും കുഴപ്പമില്ല. ഞാനിവിടെ സാദാ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഉപ്പ് ഒഴിച്ചു. പിന്നെ സ്റ്റിക്ക് കൊണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ്. പൊടി കട്ടിയാകാതിരിക്കാനാണ് സ്റ്റിക്ക് കൊണ്ട് ഇളക്കി കൊടുക്കുന്നത്. ഡ്രസ്സ് നല്ല രീതിയിൽ മുക്കുകയാണ്. നല്ല രീതിയിൽ നമ്മൾ മുക്കുകയാണ്. ആ സ്റ്റിക്കിട്ട് നല്ല രീതിയിൽ ഇളക്കണം. എല്ലായിടത്തും കളറ് ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് കൊണ്ട് ഇളക്കി കൊടുക്കണം, എല്ലായിടത്തും സ്പ്രെഡ് ആകാൻ വേണ്ടി. ഇഷ്ടപ്പെടാതെ പറ്റത്തില്ലല്ലോ. നല്ല തുണിയായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നല്ല ഡ്രസ്സാണ്, കുഴപ്പമില്ല. ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകാം. 2-3 തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കണേ. നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. 2-3 വെള്ളത്തിൽ ഇത് ഒലച്ചെടുക്കണം. ഇതിൻ്റെ കളറ് ഇളകുന്നത് വരെ നമ്മൾ നല്ല രീതിയിൽ ഒലച്ചെടുക്കണം. 2-3 വെള്ളത്തിൽ ഇതേപോലെ ഒലച്ചെടുക്കാം. 2-3 വെള്ളത്തിൽ കഴുകുകയാണ്. ലാസ്റ്റ് വെള്ളമാണ്. ലാസ്റ്റ് വെള്ളത്തിൽ നല്ല രീതിയിൽ ഉലച്ച് കഴുകി. വലിയ വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് ഒരു പോളിസ്റ്റർ തുണി ആയതുകൊണ്ടായിരിക്കാം. ഇത് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് ഇതുകൊണ്ട് എന്ത് മനസ്സിലായി? പോളിസ്റ്റർ തുണിയിലൊന്നും കളറ് നല്ല രീതിയിൽ അബ്സോർബ് ആകുന്നില്ലെന്ന് നമുക്ക് മനസ്സിലായി. കുഴപ്പമില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഞാൻ ആ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. റെഡാണ് ഞാൻ മുക്കിയത്. പക്ഷെ അവിടെ ഇവിടെയൊക്കെ കളറൊക്കെ പറ്റി ആകെ കുളമായി. അപ്പൊ നമുക്ക് എന്താണ് ഇതിനെ കൊണ്ട് മനസ്സിലാക്കുന്നത്? പോളിസ്റ്റർ തുണിയിൽ ഇത് പറ്റത്തില്ല, ആകെ ഫ്ലോപ്പായി. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം മീഷോന്ന് മേടിച്ച തുണിയാണ്. അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഇതൊരു ഗുണപാഠമായിരിക്കട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയത്തില്ല. കാരണം പോളിസ്റ്റർ തുണിയിൽ ഇത് ആരും ട്രൈ ചെയ്ത് നോക്കരുത്. ആകെ കുളമായി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അറിയാവുന്നവര് കമന്റിലൂടെ എന്നെ അറിയിക്കണം. ഇതിനിയും എങ്ങനെയാ, നമുക്കിത് പറ്റുമോ ഇല്ലയോ എന്ന്. ഇനിയും നമുക്ക് ഈ ഡ്രസ്സ് ഇനിയും ട്രൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പം എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ഒരു പരീക്ഷണം കൊണ്ട് ഞാൻ വരും. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.